തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് 1% ഇടിയുകയും 24,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിന് താഴെ 23,951 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് ഫാർമ സെക്ടർ ഒഴികെ മറ്റെല്ലാ സെക്ടറുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. നിഫ്റ്റി, ബാങ്ക്, IT, മെറ്റൽ തുടങ്ങിയ ഇൻഡിസസുകൾ ടോപ്പ് ലൂസറായി മാറി. ഏഷ്യൻ പെയിൻറ്, ബജാജ് ഫിനാൻസ്, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. ഏകദേശം 8 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടാണ് ഇന്നത്തെ ദിവസം മാത്രം മാർക്കറ്റിൽ നിന്നും വൈപ്പ് ഔട്ടായിരിക്കുന്നത്. ആദ്യം തന്നെ മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഏറ്റവും പ്രധാന കാരണം അമേരിക്കയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റ് ഇടിഞ്ഞതാണ്. അമേരിക്കൻ മാർക്കറ്റ് വീക്ക് ആയതോടുകൂടി ഗ്ലോബൽ മാർക്കറ്റുകൾ വീക്ക് ആവുകയും ഇന്ത്യൻ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാവുകയും ചെയ്തു. US ഫെഡ് റിസർവ് 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കിയിരുന്നു. 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കിയത് വഴി ഇൻട്രസ്റ്റ് റേഞ്ച് 4.25 മുതൽ 4.5% എത്തി. പക്ഷേ 2025 അവസാനത്തോടുകൂടി 3.9% ഇൻട്രസ്റ്റ് റേറ്റ് കട്ടായിരുന്നു പ്രൊജക്റ്റഡ് ആയത്. അതായത് പ്രൊജക്റ്റഡ് റേറ്റ് കട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗ്ലോബൽ മാർക്കറ്റിലും അമേരിക്കൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ വന്നത്. അമേരിക്കൻ ഇൻഡെക്സുകളും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇടിഞ്ഞിരുന്നു. ഡോ ജോൺസ് 2.6%, നാസ്ഡാക്ക് 3.6%, S&P 3%-ഓളവും ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ്റെ ഇൻഡെക്സ് 0.8%, ചൈനീസ് ഇൻഡെക്സ് 0.47%, ഹോങ്കോങ് ഇൻഡെക്സ് 1.28% ഇടിഞ്ഞു. മറ്റൊരു പ്രധാന കാരണം രൂപ കൂടുതൽ ദുർബലമാകുന്നതാണ്. $85.3 എന്ന ലെവലിലേക്ക് രൂപയുടെ മൂല്യം കൂപ്പുകുത്തിയതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. രൂപയുടെ മൂല്യശോഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ FISും ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായ സെല്ലിംഗ് നടത്തുന്നു. ഏകദേശം 8,000 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഈ ആഴ്ച മാത്രം ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. കഴിഞ്ഞ ദിവസം 1,316 കോടി രൂപയുടെ സെല്ലിംഗ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരുന്നു. Q2 റിസൾട്ട് സെഷനിൽ ഒട്ടുമിക്ക കമ്പനികളുടെയും പെർഫോമൻസ് മോശമായതുകൊണ്ട് Q3 സെഷനിലും പെർഫോമൻസ് മോശമാകുമോ എന്നുള്ള ആകുലതയുമുണ്ട്. പ്രത്യേകിച്ചും GDP ഗ്രോത്ത് ഡേറ്റ കുറയുകയും ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഡാറ്റാമാറ്റിക്സ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പ്രധാന അപ്ഡേറ്റ് കമ്പനി അതിൻ്റെ പ്രവർത്തനം ഫിലിപ്പൈൻസിലേക്ക് കൂടി വ്യാപിപ്പിച്ചു എന്നുള്ളൊരു അപ്ഡേറ്റാണ്. ഫിലിപ്പൈൻസിൽ 4th ഡെലിവറി സെൻറ്റർ കമ്പനി ആരംഭിക്കുകയും ചെയ്തു. ഡിജിറ്റൽ ടെക്നോളജി, ഡിജിറ്റൽ ഓപ്പറേഷൻസ് എന്നിവ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു IT സർവീസ് ബേസ്ഡ് കമ്പനിയാണ് ഡാറ്റാമാറ്റിക്സ് എന്ന കമ്പനി. ROE 16%, ROCE 21%-ത്തിനടുത്തും. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ സെയിൽസ് 377 കോടിയിൽ നിന്ന് 407 കോടിയിലേക്ക് ഉയർത്തിയെങ്കിലും പ്രോഫിറ്റ് 49 നിന്ന് 42 കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു. കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 10%, പ്രോഫിറ്റ് ഗ്രോത്ത് 34%, ROE 18%-ത്തിനടുത്തുമാണ്. 1,200 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 37 കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 66% സ്റ്റേക്ക് ഹോൾഡിങ്ങും FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.19 നിന്നും 1.45 ഇടിയുകയും ചെയ്തു. പബ്ലിക്കിന് 32%-ത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഭാരതി എയർടെല്ലുമായി ബന്ധപ്പെട്ടതാണ്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതുമാണ്. ഏകദേശം 3,626 കോടി രൂപ ഇന്ത്യ ഗവൺമെൻറ്റിന് ഭാരതി എയർടെൽ സ്പെക്ട്രം ലയബിലിറ്റീസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി പേ ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാന അപ്ഡേറ്റ്. 2016 സ്പെക്ട്രം അക്വിസിഷനുമായി ബന്ധപ്പെട്ട ലയബിലിറ്റീസ് എല്ലാം ഭാരതി എയർടെൽ എന്ന കമ്പനി പൂർത്തീകരിക്കുകയും ചെയ്തു. 2024 ഏകദേശം 28,320 കോടി രൂപയാണ് സ്പെക്ട്രം ലയബിലിറ്റീസ് ഇനത്തിൽ ഭാരതി എയർടെൽ എന്ന കമ്പനി ഇന്ത്യ ഗവൺമെൻറ്റിന് പേ ചെയ്തിരിക്കുന്നത്. ഇവിടെ ലയബിലിറ്റി കുറയുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഭാരതി എയർടെലിൻ്റെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും കറക്ഷന് ശേഷം സ്റ്റോക്ക് ഒരു അപ്വേഡ് ചാനലിൽ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചാനലിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 1,600 എന്ന റേഞ്ചിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 1,550 പ്രധാന സപ്പോർട്ടാണ്. ഇവിടെ നിന്നും 1,700 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്